Good morning. Welcome to the next lesson in WKB approximation. Here we will discuss the section called connection formula. Connection formula means in the WKB approximation we have two distinct regions, the classically allowed region and classically forbidden region. Classically allowed region എന്ന് പറയുമ്പോൾ ആ റീജിയനിൽ പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി ഇ എന്നുള്ളത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ എനർജി ബി. സോ ക്ലാസിക്കലി പാർട്ടിക്കിൾ ക്യാൻ എക്സിസ്റ്റ് ദർ. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ അറ്റ് എക്സ് ഈക്വൽ ടു x2 ടോട്ടൽ എനർജി ഇ എന്നുള്ളത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആവാണ്. സോ ദിസ് പോയിന്റ് എക്സ് ഈക്വൽ ടു x2 is called classical turning point. And the region on the left of x2 is classically allowed region, and on the right of x2 in which potential energy is greater than total energy is called classically forbidden region. അപ്പോൾ ഇവിടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ ക്ലാസിക്കലി അലൗഡ് റീജിയനിൽ വി വിൽ ഗെറ്റ് ഓസിലേറ്ററി സൊല്യൂഷൻ ആൻഡ് ഇൻ ദ ഫോർബിഡൻ റീജിയൻ വി വിൽ ഗെറ്റ് എക്സ്പൊണൻഷ്യൽ സൊല്യൂഷൻ. WKB അപ്രോക്സിമേഷൻ എന്നുള്ളത് അപ്ലൈ ചെയ്യുമ്പോൾ ദർ ഈസ് എ ബിഗ് പ്രോബ്ലം. ദ പ്രോബ്ലം ഈസ് at the turning point, at the classical turning point, E will be equal to V. Potential energy, total energy ki equal out. In that case, momentum of the particle will be 0 because P of x is equal to root of 2m into E minus V enna vara. Appo P of x 0 ആയിരിക്കും. P of x 0 ആണെങ്കിൽ the WKB approximation, that is WKB wave function psi of x will be tending to infinity because അതിലെ ഫസ്റ്റ് ടൈം അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് some constant a by root of p of x എന്നാണ്, അല്ലെങ്കിൽ root of magnitude of p of x. Both of them will be going to infinity as p of x is going to 0. So WKB wave function fails at the classical turning point and is valid only away from the classical turning point. But there is one problem. The problem is to get the full solution we have to form the solution over the entire region including the classical turning point. അതുകൊണ്ട് തന്നെ WKB solution എന്നുള്ളത് on either side must be connected with the wave function near the turning point. ടേണിംഗ് പോയിന്റിന് അടുത്തുള്ള വേവ് ഫംഗ്ഷൻ എന്നുള്ളതിൽ WKB സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടേണിംഗ് പോയിന്റിന് അടുത്ത് വരുന്ന സൊല്യൂഷനും WKB സൊല്യൂഷനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കാൾഡ് കണക്ഷൻ ഫോർമുല. So we want to join the two WKB solutions on either side by a patching wave function. പാച്ചിങ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കുള്ളത് വി ഹാവ് അറ്റ് എക്സ് ഈക്വൽ ടു x2 എന്നുള്ള പൊസിഷനിലാണ് നമ്മുടെ ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ് ഉള്ളത്. ഈ ഒരു റീജിയനിൽ ദാറ്റ് ഈസ് ലെഫ്റ്റ് ഓഫ് x2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ WKB വേവ് ഫംഗ്ഷൻ വാലിഡ് ആണ്, റൈറ്റ് സൈഡിലും WKB വേവ് ഫംഗ്ഷൻ വാലിഡ് ആണ്. ബട്ട് ആൻഡ് ഈ ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റിൽ WKB വേവ് ഫംഗ്ഷൻ വാലിഡ് അല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഫുൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഫുൾ വേവ് ഫംഗ്ഷൻ വേണം. സോ ദ WKB സൊല്യൂഷൻ ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ് ഹാസ് ടു ബി കണക്റ്റഡ് ബൈ സം പാച്ചിങ് വേവ് ഫംഗ്ഷൻ. പാച്ചിങ് എന്ന് പറയുമ്പോൾ ഈ വി ഹാവ് ടു ഫൈൻഡ് എ വേവ് ഫംഗ്ഷൻ വിച്ച് ഈസ് വാലിഡ് നിയർ ദി ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്. ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റിലും വാലിഡ് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തണം. ദാറ്റ് വിൽ ബി ഒബ്റ്റെയിൻഡ് ബൈ ഡയറക്ട്ലി സോൾവിങ് ദി ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഷിഫ്റ്റിംഗ് ദ ആക്സസ്, അപ്പോൾ ഇവിടെ സോ വി ഹാവ് ദാറ്റ് വേവ് ഫംഗ്ഷൻ ഈസ് കാൾഡ് പാച്ചിങ് വേവ് ഫംഗ്ഷൻ. പാച്ചിങ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വേവ് ഫംഗ്ഷൻ വിച്ച് ഈസ് വാലിഡ് ഓൺലി ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് ദി ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്. ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ് നെയ്ബർഹുഡിൽ വാലിഡ് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ആ വേവ് ഫംഗ്ഷനും പിന്നെ നമ്മുടെ കയ്യിലുള്ള രണ്ട് WKB വേവ് ഫംഗ്ഷൻ, അതായത് വൺ either സൈഡ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള WKB വേവ് ഫംഗ്ഷനും കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഫുൾ സൊല്യൂഷൻ. ഇപ്പോൾ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി വി ആർ ഷിഫ്റ്റിംഗ് ദ ആക്സസ് എക്സ് ആക്സിസ് ടു മേക്ക് ദ ടേണിംഗ് പോയിന്റ് അറ്റ് x ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് x ഈക്വൽ ടു x2 എന്ന പൊസിഷനിലാണ് ഇപ്പോൾ ടേണിംഗ് പോയിന്റ് വരുന്നത്. ആ ടേണിംഗ് പോയിന്റിനെ ഒറിജിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈ ആക്സിസ് എന്നുള്ളത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്, x2 ഡിസ്റ്റൻസ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ we will get the turning point at x equal to 0, that is at the origin. So we can see that the WKB solution now becomes psi of x is equal to 1 by root of p of x into
some constant b into e raised to I by h cross integral x to 0 p of x dash dx dash plus some constant c into e raised to minus I by h cross integral x to 0 p of x dash dx dash. That is for classical region. And that is WKB wave function in the non-classical region 1 by root of magnitude of p of x into d into e raised to minus 1 by h cross integral 0 to x p of x dash dx dash. That is for non-classical region. Actually, ഇവിടെ ഒരു term കൂടെ വേണം. That is an exponentially positive term. That is exponentially increasing term. This is 0 to x എന്ന് പറയുമ്പോൾ 0 എന്നുള്ളത് lower ലിമിറ്റും x എന്നുള്ളത് upper ലിമിറ്റും x is greater than 0. Because in the non-classical region, x equal to 0 എന്നുള്ളതാണ് minimum and x equal to positive എന്നുള്ളത് and it will be greater than x. So this integral എന്നുള്ളത് it will be always positive. Because of this negative, the total term will be exponentially decreasing. ഇവിടെ ഒരു exponentially increasing term കൂടെ ഉണ്ടായിരിക്കണം. But if we assume that v, the potential energy v എന്നുള്ളത്, if it is greater than 0 for all points in the non-classical region, then the exponentially increasing term should be 0. Because അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ വേവ് ഫംഗ്ഷൻ എന്നുള്ളത് ഇൻഫിനിറ്റി ആയി മാറും. ഇൻഫിനിറ്റി വേവ് ഫംഗ്ഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. സോ വി വിൽ ടേക്ക് ഓൺലി ദി എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ടേം. So this is the equation 1. This is the WKB approximation. ഇവിടെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ WKB അപ്രോക്സിമേഷൻ എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് റീജിയനിലും, ക്ലാസിക്കൽ റീജിയനിലും വാലിഡ് ആണ്, നോൺ ക്ലാസിക്കൽ റീജിയനിലും വാലിഡ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വാലിഡ് നിയർ ദി ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്. ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റിന് അടുത്തെന്തല്ല അത് വാലിഡ് അല്ല. അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി കാണിക്കുന്ന റീജിയൻ ആണിത്. ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഏകദേശം ഇതുവരെ ഇതിനടുത്ത് വരെ WKB വേവ് ഫംഗ്ഷൻ വാലിഡ് ആണ്. ഇവിടെ ആണെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി മുതൽ ഇതുവരെ WKB വേവ് ഫംഗ്ഷൻ വാലിഡ് ആണ്. ബട്ട് ഇൻ ബിറ്റ്വീൻ ദീസ് ടു റീജിയൻസ് നമുക്ക് ഇവിടെ വരാം നിയർ ദി നെയ്ബർഹുഡ് ഓഫ് ദി ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്. ഇൻ ദാറ്റ് റീജിയൻ WKB വേവ് ഫംഗ്ഷൻ ഈസ് നോട്ട് വാലിഡ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വി ആർ ഫൈൻഡിങ് എ പാച്ചിങ് വേവ് ഫംഗ്ഷൻ psi p എന്ന് കാണിക്കുന്നത്. ദാറ്റ് psi p ഈസ് വാലിഡ് ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് ദി ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്. And psi p is valid also in a region called overlap region. Overlap region എന്ന് പറയുമ്പോൾ in that region both WKB and patching wave function are valid. അതുപോലെ തന്നെ there is another overlap region in the non-classical region where the patching wave function and the WKB solution in the non-classical region are valid. അപ്പോൾ ഇവിടെ psi p എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ള നമ്മുടെ എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് we need the patching wave function psi p. So we will expand the potential energy as Taylor series. So v of x is equal to v of 0, that is near the origin, plus dou v by dou x at x equal to 0 into x, plus dou square v by dou x square into 1 by 2 factorial into x square etc. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഹയർ ടേം എല്ലാം നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ we will get the first two terms. v of 0 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എക്സ് ഈക്വൽ ടു 0. അത് തന്നെയാണ് ടോട്ടൽ എനർജി. ബിക്കോസ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് ഇറ്റ് ഈസ് ദി ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഇ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ് എന്നുള്ളതിന് വി ഡാഷ് ഓഫ് 0 എന്ന് പറയും. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ്, നെഗ്ലക്റ്റിംഗ് ഹയർ ടേംസ്. അപ്പോൾ ആക്ച്വലി ഇത് എന്താണ്, ദിസ് ഈസ് ദ അപ്രോക്സിമേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ബൈ എ ലീനിയർ ഫംഗ്ഷൻ. ഒരു സ്ട്രൈറ്റ് ലൈൻ കൊണ്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണം. ബിക്കോസ് വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് പ്ലസ് a slope into x, mx plus c എന്ന ഫോർമുല അതുള്ളത്. So we are approximating the potential energy by a straight line. So the Schrodinger wave equation d square psi by dx square, ഇവിടെ psi എന്നുള്ള psi p എന്നാവും. Because we are finding the patching wave function. Remember, this approximation is valid. That is, this linear approximation is valid only in the neighborhood of classical turning point. So d square psi by dx square minus 2m by h cross square into e minus v psi is equal to 0. That is d square psi by dx square plus 2m by h cross square into e minus v എന്നുള്ളത് ഇവിടുന്ന് കിട്ടും. e minus v is equal to minus v dash of 0 into x എന്ന് വരും. So minus ഒരു പ്ലസ് ആയി മാറും. into v dash of 0 x is equal to 0. ഞാൻ ഇതിലൊരു ചെറിയ വേരിയബിൾ ചേഞ്ച് വരുത്താൻ പോവാണ്. ഫോർ ദാറ്റ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കാനാണ്. ഇവിടെ 2m by h cross square into v dash of 0 raised to 1 by 3 എന്നുള്ളതിനെ ആൽഫ എന്ന് വിളിക്കുകയാണ്. ആൻഡ് വി ആർ ഇൻട്രൊഡ്യൂസിങ് അനദർ വേരിയബിൾ z which is equal to alpha x. Therefore this equation becomes d square psi by dx square plus 2m by h cross square into v dash of 0 എന്നുള്ളത്
raised to 1 by 3 alpha anengil this becomes alpha cube into x is equal to 0. Now dx എന്നുള്ളത് it will be equal to dz by alpha. അപ്പോൾ ഇവിടെ d square psi by dx square എന്നുള്ളതിനെ d square psi by dz square by alpha square ഇങ്ങോട്ട് വരുമ്പോൾ into alpha square എന്നാവും. So alpha square d square psi by dz square plus alpha cube into x into psi of p, psi p is equal to 0. That is equal to alpha square cancel ചെയ്യുകയാണെങ്കിൽ we will get d square psi p by dz square plus alpha x psi p is equal to 0. Alpha x ആണ് നമ്മൾ z എന്ന് വിളിച്ചത്. So it becomes d square psi p by dz square is equal to z psi p. So this is a standard equation called Airy's equation, and the solutions are called Airy's functions. And we are interested in the asymptotic solutions. Asymptotic solutions എന്ന് പറയുമ്പോൾ that is the solutions which are valid further away from the origin. Origin നിന്ന് കുറച്ച് അകലെയുള്ള, അതായത് if the value of x is much greater than 0 or value of x is much less than 0. So ഇവിടെ there is a problem. The problem is WKB wave function എന്നുള്ളത് it is valid only away from the classical turning point, and this Airy's wave function is valid only in the neighborhood of the classical turning point. അപ്പോൾ ഇങ്ങനത്തെ വരുന്ന രണ്ട് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനു വേണ്ടി we should have some region in which these two wave functions are valid. ഈ Airy's wave function, അതായത് അതിൻ്റെ asymptotic condition away from the classical turning point, asymptotic solutionും WKB wave functionും കൂടി വാലിഡ് ആയി വരുന്ന റീജിയൻ വേണം. ആ റീജിയനെ നമ്മൾ ഇവിടെ എന്ത് വിളിച്ചത്, ഓവർലാപ്പ് റീജിയൻ എന്ന് വിളിച്ചത്. ഓവർലാപ്പ് 1 and ഓവർലാപ്പ് 2. Overlap 1 and overlap 2 regions they are very far away from the classical turning point, so that we can take the asymptotic solution of patching wave function, that is Airy's function, whereas they are far away from the classical turning point, so that the WKB solution is also valid. WKB solution valid ആണ്. അതേപോലെ തന്നെ ഈ psi p എന്നുള്ള wave functionന്റെ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ Airy's wave ഫംഗ്ഷൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷനും വാലിഡ് ആണ്. സോ ദ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ ഓഫ് Airy's wave function ആർ ടു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വരാൻ കാരണം ബിക്കോസ് ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ai of z and bi of z. So ai of z is equal to, remember z is equal to alpha x. ai of z is equal to 1 by 2 into root of pi z raised to 1 by 4 e raised to minus 2 by 3 z cube, etc. bi of z this one, and ai this is for z much greater than 0. Then this will be in the non-classical region, and for classical region the asymptotic solutions of Airy's wave function are ai and bi. So രണ്ട് റീജിയനും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, രണ്ട് ഡിഫറെൻറ്റ് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്, two different linearly independent solutions. So the general solution will be the linear combination of this ai and bi. So psi p will be equal to ai plus bi, where small a and small b are two constants to be determined. നമുക്ക് ആ കോൺസ്റ്റന്റ് നമുക്ക് കണ്ടെത്തണം. So psi p is the approximate wave function in the neighborhood of x is equal to 0. അപ്പോൾ നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ we have to match this patching wave function with the WKB solutions in the overlap region, where both psi p and WKB are valid. For that WKB wave function we require the value of p of x. P of x is equal to root of 2m into e minus v. That is root of 2m into e minus v എന്നുള്ളത് e plus v dash of x, and so e minus v dash of x into x. നമ്മൾ അതിൻ്റെ ടൈലർസ് എക്സ്പാൻഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഇറ്റ് ബിക്കംസ് h cross ഞാൻ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2m by h cross സ്ക്വയർ, റൂട്ടിൻ്റെ ഉള്ളിൽ h cross സ്ക്വയർ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് h cross and h cross ക്യാൻസൽ ചെയ്യും. 2m by h cross സ്ക്വയർ ഇൻറ്റു v dash of 0 ഇൻറ്റു മൈനസ് x. ദിസ് 2m by h cross സ്ക്വയർ ഇൻറ്റു v dash of 0 എന്നുള്ളത് നമ്മുടെ ആൽഫ റേസ് ടു 3 എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ആൽഫ റേസ് ടു 3/2. റിമെമ്പർ ആൽഫ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ആൽഫ ഈസ് ഓൾറെഡി വി ഹാവ് ഡിഫൈൻഡ് ആൽഫ. This is alpha 2m by h cross square into v dash of z, that is 1/3.
So we can take this p of x is equal to h cross alpha raised to 3 by 2 root of minus x, where alpha is this one. Now, this is found for obtaining the WKB wave function. WKB wave functionൽ 1 by root of p of x എന്നുള്ള ടേം വരുന്നുണ്ടാവും. ഇനി രണ്ട് റീജിയനെ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ റീജിയൻ എന്നുള്ളത് ദാറ്റ് ഈസ് ദ ഓവർലാപ്പ് റീജിയൻ ഇൻ ദ നോൺ ക്ലാസിക്കൽ റീജിയൻ. ആ റീജിയനിൽ we have this integral in the WKB wave function, integral 0 to x magnitude of p of x dash into dx dash. That becomes p of x dash എന്നുള്ള h cross alpha raised to 3 by 2 integral 0 to x magnitude of p of x dash എന്ന് പറയുമ്പോൾ this becomes I into root of x എന്ന് വരുന്നുണ്ടാവുക, and modulus of I will be 1, so it becomes root of x dash dx dash. അത് വരുന്നുണ്ടാവുക x raised to 3 by 2 by 3 by 2, so it becomes 2 by 3 h cross alpha raised to 3 by 2 x raised to 3 by 2, so alpha x raised to 3 by 2. And WKB solution, so it becomes psi of x is equal to d by root of p of x, magnitude of p of x, it becomes d by root of h into alpha raised to 3 by 2 ഉള്ളത് 3 by 4 ആവും. Then x magnitude of x എന്ന് പറയുമ്പോൾ മൈനസ് ഐ പോകുന്നുണ്ടാവും, സോ ഇറ്റ് ബിക്കംസ് എക്സ് റൈസ് ടു ഹാഫ്, അതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് റൈസ് ടു 1 by 4 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2 by 3, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to x p of x dx ഡാഷ് എന്നുള്ളത് മൈനസ് 2 by 3 h cross alpha x റൈസ് ടു 3 by 2. സോ ദിസ് ഈസ് ദി WKB സൊല്യൂഷൻ ഇൻ ദ നോൺ ക്ലാസിക്കൽ റീജിയൻ. ഇനി ഈ സൊല്യൂഷനെ ഐറിസ് വേവ് ഫംഗ്ഷൻ്റെ അസിംപ്റ്റോട്ടിക് ഫോമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അസിംപ്റ്റോട്ടിക് ഫോമുമായി കമ്പയർ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ വി ആർ കമ്പയറിംഗ് ദിസ് ഐറിസ് ഫംഗ്ഷൻ വിത്ത് ദ WKB സൊല്യൂഷൻ ഇൻ ദ ഓവർലാപ്പ് റീജിയൻ 2. ഓവർലാപ്പ് റീജിയൻ 2 എന്നുള്ളത് ഇറ്റ് ഈസ് away from the classical turning point, that is it is at x much greater than 0. Still psi p is valid. അതേസമയം ഫാർദർ അവേ ആണെങ്കിൽ വളരെ അവേ ആണെങ്കിൽ this patching wave function is not valid, but we are considering a point which is farther away, that psi p is valid, and we can take the asymptotic form of that psi p. So psi p of x എന്നുള്ളത് it is a into ai of z plus b into bi of z എന്നായിരുന്നു. അപ്പോൾ a into ai of z എന്നുള്ളത് it becomes a by 2 root pi alpha x raised to 1 by 3 e raised to minus 2 by 3 into alpha x cube. അപ്പോൾ അത് വരുന്നത് ഈ സൊല്യൂഷൻ ആണ്, ദാറ്റ് ഈസ് ദ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ ഫോർ ദ റീജിയൻ z greater than 0, 1 by a into ai of z 1 by 2 into root of pi z raised to 1 by 4 e raised to minus 2 by 3 z raised to 3 by 2. അതുപോലെ b എന്നുള്ളത്. സോ ai bi എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we get psi p will be this one. And comparing these two solutions means the solution of patching wave function, asymptotic solution of patching wave function, and the WKB solution in region 2, we get d by root of h cross alpha raised to 3 by 4 ഇവിടെ ഉണ്ട്, ഇവിടെ alpha raised to 1 by 4 ഉണ്ട്. So remaining will be alpha raised to 1 by 2 will be equal to this one a by 2 root pi, and b ഇവിടെ b എന്നുള്ള ടേം e raised to 2 by 3 എന്ന ടേം ഉണ്ട്, ഇവിടെ e raised to 2 by 3 ടേം വരുന്നില്ല. So b will be equal to 0 and b is equal to 0. So a is equal to root of 4 pi by alpha h cross into d, and b is equal to 0. അപ്പോൾ ഇവിടെ നമ്മുടെ പാച്ചിങ് വേവ് ഫംഗ്ഷൻ്റെ രണ്ട് കോഎഫിഷ്യൻറ്റ് എ ബി എന്നുള്ള നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടായിരുന്നത്, അതിൽ ബി എന്നുള്ള കോഎഫിഷ്യൻറ്റ് 0 ആയി. നൗ ദർ റിമൈൻസ് ഓൺലി ദ കോഎഫിഷ്യൻറ്റ് എ. നൗ വി ടേക്ക് ദിസ് ഫസ്റ്റ് ഓവർലാപ്പ് റീജിയൻ, ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്, ക്ലാസിക്കൽ റീജിയനിലുള്ള ഓവർലാപ്പ് റീജിയൻ. അപ്പോൾ ആ കേസിൽ ഇൻ്റഗ്രൽ എക്സ് ടു 0 എന്നുള്ളതാണ് നമ്മുടെ WKB വേവ് ഫംഗ്ഷനിൽ വരുന്നത്. പി ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ഡി എക്സ് ഡാഷ്, ദാറ്റ് ഈസ് എച്ച് ക്രോസ് ആൽഫ റൈസ് ടു 3 by 2 into integral of minus of x dash into dx dash. ഇത് വരുന്നത് ഈ എക്സ്പ്രഷൻ ആണ്. ദിസ് ഇസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് ആൽഫ റൈസ് ടു 3 by 2 into root of minus x. So root of minus x in integral വരുന്നുണ്ടാവും, it is minus x raised to 3 by 2, 2 by 3
So 2 by 3 into minus alpha x raised to 3 by 2. Therefore, the WKB solution becomes psi of x is equal to 1 by root of p of x, that is 1 by root of h cross into alpha raised to 3 by 2 into minus x raised to 1 by 4. ഇവിടെ minus എന്നുള്ള അതുപോലെ തന്നെ keep ചെയ്യണം because we are taking 1 by root of p of x and not 1 by root of modulus of p of x. അപ്പോൾ ഇവിടെ p of x ആയതുകൊണ്ട് it is retained as such. Then plus b into e raised to plus I and plus c into e raised to minus I, that is 2 by 3 into h cross by h cross cancel ചെയ്യും. So 2 by 3 minus alpha x raised to 3 by 2. Now using the asymptotic form of Iris wave function for z less than 0 with the b already equal to 0, we get psi p is equal to a by root pi minus alpha x raised to 1 by 3 n by 4 sine of 2 by 3 into minus alpha x raised to 3 by 2 plus pi by 4. ഇത് വരുന്നത് ഈ അസിംപ്റ്റോട്ടിക് ഫോമിൽ നിന്നാണ്. ദാറ്റ് ഈസ് ഫ്രം ഇക്വേഷൻ നമ്പർ 3. അതിൽ എ ഇൻറ്റു എ ഐ എന്ന ടേം മാത്രം വരുന്നുണ്ടാവും. ബി ഇൻറ്റു ബി ഐ എന്നുള്ള ടേം 0 ആവും. സോ എ ഐ എന്നുള്ളത് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഇക്വേഷൻ 3. എ ഐ എന്നുള്ള 1 ബൈ റൂട്ട് പൈ സെറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് ആൽഫ എക്സ്. സോ ആ ടേമാണ് ഇവിടെ വരുന്നത്. So this one ഇതിന് നമുക്ക് ഈ WKB വേവ് ഫംഗ്ഷനുമായിട്ട് കമ്പയർ ചെയ്യാം. സോ ദിസ് ഈസ് ദ WKB വേവ് ഫംഗ്ഷൻ ഇവിടെ മേലെ കാണുന്നത്. ഇതാണ് നമ്മുടെ പാച്ചിങ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ പാച്ചിങ് വേവ് ഫംഗ്ഷനും WKB വേവ് ഫംഗ്ഷനും ഇപ്പോൾ ഒരേ ഫോമിലല്ല. അത് സെയിം ഫോമിലാക്കാൻ വേണ്ടിയിട്ട് ഈ സൈൻ എന്നുള്ളതിനെ സൈൻ തീറ്റ ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2i എന്നുള്ള ഫോമിൽ വെച്ചിട്ട് വി ആർ converting this as 1 by 2i into e raised to I pi by 4, that is this term, into e raised to I, that is this term, minus e raised to minus I by pi 4 into e raised to minus I. That term will matter. So that is, now we can compare this psi p patching wave function with the WKB wave function. And ഇവിടെ e raised to I 2 by 3 minus alpha x 3 by 2 വരുന്നുണ്ട്. ഇവിടെയും e raised to I 2 by 3 minus alpha x 3 by 2 വരുന്നുണ്ട്. So comparing we get b by root of h, that is this one, b by root of h into alpha raised to 3 by 4 minus x raised to 1 by 4, that is ഇതിൻ്റെ coefficient വരുന്നത്. Coefficient of e raised to I 2 by 3 minus alpha x 3 by 2, that is equal to ഇവിടെ വരുന്നതിന് coefficient a by 2i root pi minus alpha x raised to 1 by 4. അതുപോലെ രണ്ടാമത്തെ ടേം കമ്പയർ ചെയ്യുകയാണെങ്കിൽ c by root of, and this will be equal to this one. Therefore we get b is equal to root of alpha h cross by pi into e raised to I pi by 4 by 2i into a, and c will be equal to this one. Now a is already we have a is equal to root of 4 pi by alpha h cross d, that will be we have obtained here. A is equal to root of 4 pi by alpha h cross d. So putting that value we get b is equal to minus I e raised to I pi by 4 d and c equal to plus I e raised to minus I pi by 4 into d. So these are called the connection formula because they are joining the WKB solutions on either side of the turning point. ടേണിംഗ് പോയിന്റിൽ രണ്ട് സൈഡിലുമുള്ള WKB വേവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഫോമുലാണ്. സോ ദേ ആർ കാൾഡ് എ കണക്ഷൻ ഫോമുല. സോ വി ക്യാൻ എക്സ്പ്രസ് ബി സി, ദ കോഎഫിഷ്യൻ ബി ആൻഡ് സി ഇൻ ടേംസ് ഓഫ് ഡി, ദാറ്റ് ഈസ് ഇൻ ദ WKB സൊല്യൂഷൻ. അവർ WKB സൊല്യൂഷൻ വാസ് ഇക്വേഷൻ നമ്പർ 1. സോ ദിസ് ഈസ് ദ WKB സൊല്യൂഷൻ. അപ്പോൾ അതിൽ വരുന്ന ബി എന്ന കോഎഫിഷ്യൻറ്റും സി എന്ന കോഎഫിഷ്യൻറ്റും ഡി എന്ന കോഎഫിഷ്യൻ്റ് ടേമിൽ നമുക്ക് എഴുതാവുന്നതാണ് ഇപ്പോൾ. സോ റൈറ്റിംഗ് all the coefficients in terms of d, we get psi of x is equal to 2d by root of p of x into sine of 1 by x cross integral x to x2, and also we are turning back the shift, we are turning back to x equal to x2, that is നമ്മുടെ ടേണിംഗ് പോയിന്റ് എന്നുള്ളതിനെ x equal to x2 എന്ന പോയിന്റിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ഫ്രം x to
x2 എന്നുള്ളത് that is integral from x2 എന്നുള്ളത് already നമ്മൾ ചെയ്തിരുന്നത് integral from x to 0 എന്നായിരുന്നു. x to 0 എന്നുള്ളത് ഇവിടെ എന്തായി മാറും? It will be from x2 and in the non-classical region അത് 0 to x എന്നുള്ളത് it will be from x2 to x. So the general solution is 2d by root of p of x into sine of 1 by h cross integral x to x2 p of x dash dx dash plus pi by 4. That is in the classical region. In the non-classical region it becomes like this. അപ്പോൾ ക്ലാസിക്കൽ റീജിയനിൽ വരുന്ന WKB വേവ് ഫംഗ്ഷൻ എന്നുള്ളത് സൈൻ എന്ന രീതിയിലാണെങ്കിൽ in the non-classical region it will be exponentially decreasing. So this is the connection formula and which connects the WKB wave functions on either side of the classical turning point, and this connection formula is derived for the increasing potential. Increasing potential means here the classically allowed region is on the left side of turning point and classically forbidden region is on the right side of the turning point. Another similar connection formula can be derived for the turning point. In the case the classically allowed region is on the left side and classically forbidden region on the right and classically allowed region on the right side. So thank you for watching.